നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഗവൺമെന്റ്, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള യോജന പദ്ധതികൾ ഓരോ രാജ്യത്ത് അധിവസിക്കുന്ന പൗരനും കൊടുക്കുമ്പോൾ ആ യോജനയുടെ ഉപഭോക്താവാകാൻ താല്പര്യമുള്ളവർ അവരുടെ തിരിച്ചറിയൽ കാർഡോ അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഐഡൻറ്റിറ്റിയോ സമർപ്പിച്ചാൽ പോരാ, അവരുടെ കൈമുദ്ര, അതായത് കൃത്യമായി പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് തന്നെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, റേഷനറി വാങ്ങിക്കുന്നിടത്ത് അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ ബയോമെട്രിക് കൃത്യമായി മാൻഡേറ്ററി ആക്കി നിർബന്ധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് ഈ ബയോമെട്രിക് ഉൾപ്പെടുത്തുന്നില്ല? VVPAT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ശാശ്വതമായ പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നില്ല എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശക്തമായ ആവശ്യം. അതുകൊണ്ട് തന്നെ ബില്ലായി ഇത് അവതരിപ്പിക്കാൻ, സ്വകാര്യ ബില്ലായി പരിഗണിക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അണിയറയിൽ നടക്കുന്നത്. JPC ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ? പ്രിയങ്ക ഗാന്ധി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു: ഈ രാജ്യത്ത് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിലൂടെ, അതായത് EVM തട്ടിപ്പിലൂടെ ഇനിയും ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട. ബയോമെട്രിക് സംവിധാനം തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ കർശനമാക്കേണ്ട സാഹചര്യം, നിർബന്ധമാക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, കള്ളവോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ തടസ്സങ്ങളും നീക്കപ്പെടും. SIR നടപടിയിലൂടെ താൽക്കാലികമായി പലയിടത്തും വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ BJPക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്ന ആഭ്യന്തര റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്, വിറളി പിടിപ്പിക്കുന്നത്. വരുംകാല ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അതിശക്തമാക്കാനുള്ള നീക്കമാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വരെ ഈ സാധാരണക്കാരായ പൗരന്മാരെ ഏറ്റവും മോശമായ രീതിയിൽ അധിക്ഷേപിക്കാൻ വേണ്ടി, അവരെയൊക്കെ ക്ഷുദ്രജീവികളെ പോലെ കൃത്യമായി ചാപ്പ കുത്താൻ വേണ്ടിയുള്ള ശ്രമമല്ലേ നടക്കുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു. അതുമാത്രമല്ല, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ പ്രതിപക്ഷത്ത് വലിയ ഒരു നീക്കം നടക്കുമ്പോൾ അതിൽ അസ്വസ്ഥരാവുകയും അതിൽ വലിയ തോതിലുള്ള അരാജകത്വം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഷേധാഗ്നി എത്രത്തോളം വിസ്ഫോടനകരമായിരിക്കുമെന്ന പ്രതീതിയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്.